ഹരേ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം അമൃതേശ്വരേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ദേവേ പ്രേമാമൃതാനന്ദമയ്യേ നിത്യം നമോ നമഃ. ശ്രീ മഹാദേവ സഹസ്രനാമ സ്തോത്രം. ശ്രീ മഹാദേവി ഭാഗവതം. ഫലശ്രുതി. ശ്രീ മഹാദേവൻ 1008 പേരുരച്ചേവമനൃപൻ മാരാരിയെ സ്തുതിച്ചപ്പോൾ പാരം മോദിച്ചു ശാശ്വതൻ. കനിഞ്ഞു കാളപ്പുറമേറി നേരിട്ടെടുത്തു നിൽക്കും ത്രിലോകേശനാഥനെ സീതാഭനെ പന്നകഭൂഷണെ ശ്രീ ഭഗീരഥൻ പാർത്ഥത ചെയ്തു നർത്തനം. ഉണർത്തിനാനിങ്ങനെ ദേവദേവാ മനുഷ്യജന്മം സഫലം മതീയം. തപസ്സുമെൻ മോഹവും ഇന്നു നന്നായി ഫലിച്ചു പോമൈ തവ കൺകമൂലം. സുരാസുരന്മാർക്കും അതീവ ദുർലഭൻ പുരാന്തകന്നാഥ പരാൽപരൻ ഭവാൻ. മമാധുനാ ദർശനം ഏകിയില്ലയോ സമാനനായിട്ടവനുണ്ടെനിക്കിനി. പെരുത്തൊരുൾഭക്തിയോടേവമോതുമൻ നരേന്ദ്രനെ പാർത്തരുൾ ചെയ്തു ശങ്കരൻ. തരാം നിനക്കാഗ്രഹം എന്തു ഹൃത്തിലാ വരം വരിച്ചിടുക വത്സ സാമ്പ്രതം. ഭഗീരഥൻ. പണ്ടാമഹാനാം കപിലന്റെ ശാപം കൊണ്ടാശു നീറായി രസാതലത്തിൽ സാമർഥ്യമേറും സകരാത്മജന്മാർ. സോമാർത്ഥമൗലേ മമ പൂർവികന്മാർ മൃഡപ്രഭോ സദ്ഗതിയപ്പിതൃക്കൾ കുടൻ വരാൻ ഗംഗ വരേണമൂഴിയിൽ. ഭവൽ പരാശക്തി മഹേശ ഗംഗ ഭവാൻ കഥിക്കാതെ വരില്ല നിർണയം. മഹാനദീരൂപം ഇയന്നു സത്വരം മഹീതലത്തിൽ ശിവഗംഗ വന്നിനി. ബിലം പ്രവേശിച്ചു പിതൃക്കളെ കനിഞ്ഞലം വിഭോ ഗംഗ വിശുദ്ധരാക്കണം. നിർബാലനീ വണ്ണം ഉണർത്തിയപ്പോൾ കൃപാലയൻ ശംഭു കഥിച്ചിദേവം. അനന്തരായം തവമൽപ്രസാദാൽ മനോരഥം കൈവരും ആശുനൂനം. സന്ദേഹമില്ലി സ്തുതി ഭക്തിയോടും മണ്ണിൽ ജപിക്കുന്ന മനുഷ്യരെല്ലാം നനച്ച കാര്യം മുഴുവൻ ലഭിച്ചു മനസ്സിലാനന്ദമിയന്നു വാഴും. ശ്രീ മഹാദേവൻ. പുരാരാധി കനിഞ്ഞേവം വരം നൽകുകയാൽ നൃപൻ മുതാ സാഷ്ടാംഗമായി വീണു കൃതാർത്ഥോസ്മീതി ചൊല്ലിനാൻ. അന്തർധാനം ചെയ്തു പിന്നീട് അന്തകാന്തകനീശ്വരൻ ആനന്ദപൂർണനായി തീർന്നു മാനവേന്ദ്രൻ മഹാശയൻ. ശിവനാമ സഹസ്രാഖ്യം നൃവരസ്തോത്രം ഉത്തമം ഭക്തിയാപാരായണം ചെയ്താൽ മുക്തനായി വരുമേവനും. ഒരു ദുഃഖവും ഉണ്ടായി വരില്ലവനു ഭൂമിയിൽ ഉണ്ടാമൈശ്വര്യമാ നീലകണ്ഠന്റെ കൃപയാൽ പരം. വിപത്തോ വല്ല ഭയമോ വന്നു ചേരുമ്പോഴൊക്കെയും സഹസ്രനാമം ചൊല്ലേണം സഹർഷം വാണുകൊള്ളുവാൻ. സർവ്വദുഃഖങ്ങളും നീക്കും സർവദാ സൗഖ്യമേകിടും സർവസ്തോത്രമിതം മർത്യൻ നിർവിവാദം ജപിക്കണം. ക്ലേശമേകുന്ന ദാരിദ്ര്യം ദേശലോകാദി പീഡകൾ ഇവ വല്ലതുമുണ്ടായാൽ ശിവപൂജ കഴിച്ചുടൻ ഉത്തമോത്തമം ഈ സ്തോത്രം ഭക്തിയോടും പഠിക്കണം. എന്നാൽ അവയുടൻ നീങ്ങും വന്നുകൂടും മഹൽ സുഖം. ഇതു പാരായണം ചെയ്താൽ ഏതാപത്തും അകന്നു പോം. മാരി പെയ്യും യഥാകാലം മറ്റും രോഗങ്ങളൊക്കെയും. ഏതു ദേശത്തിലെ സ്തോത്രം പഠിക്കുന്നു ദിനം പ്രതി സർവസസ്യാഢയായിത്തീരും മുറിവി അങ്ങെന്നു നിർണയം. ദുഷ്ടബുദ്ധി മനുഷ്യന്മാർ കൊട്ടുമങ്ങുളവായി വരാ പ്രാണികൾക്കങ്ങകാലത്തിൽ പ്രാണാപായം അകപ്പെടാം. ദുഷ്ടജന്തുക്കളാൽ ഉള്ള കഷ്ടം തത്ര ഭവിച്ചിട. ഇതു പാരായണം ചെയ്താൽ ഈതിബാധയകന്നു പോം. എങ്ങു പാർത്ഥിവമാം ലിംഗം വെച്ച് പൂജിച്ചനന്തരം സ്തോത്രത്തെ പഠിക്കുന്നു തദ്ദേശം പാവനം പരം. മുഖ്യം ഫാൽഗുനമാസത്തിൽ കൃഷ്ണപക്ഷ ചതുർദശി ഏവനെന്നു ജപിക്കുന്നു ശിവനാമ സഹസ്രകം. ആയവൻ സുഖിയായിത്തീരും കൈവല്യം അവനാർന്നിടും. അവനു ബലമുണ്ടാകും വായുവിനുള്ള മാതിരി. സൗന്ദര്യം കൊണ്ടവൻ കാമൻ ധനത്താൽ ധനദോപമൻ. അവൻ ദേവനു സമനം നിഗ്രഹാനുഗ്രഹക്ഷമൻ. ശിവലിംഗം വച്ചു പുണ്യസ്ഥലങ്ങളിൽ മഹേശനെ പൂജിച്ചിതു പഠിക്കുന്ന പുണ്യവാൻ മുക്തനായി വരും. ഈ സ്തോത്രം കാശിയിൽ പാർത്തു ഭക്ത്യാ നിത്യം പഠിക്കുകിൽ ഇന്നതാണു ഫലം മർത്യനെന്നു ചൊല്ലുന്നതെങ്ങനെ. മതിശേഖരനോടൊക്കും ഇതു നിത്യം പഠിപ്പവൻ ഉടൽ കൈവടിയും കാലം ദൃഢം മോക്ഷം കരസ്ഥമാം. നിത്യവും വില്വമൂലത്തിൽ വർത്തിച്ചിതു പഠിപ്പവൻ നീലകണ്ഠന്റെ കൃപയാൽ സാലോക്യം നൂനമാർന്നിടും. ഈ സ്തോത്രത്തെ പഠിക്കുന്ന മർത്യനില്ലൊരു പാപവും മുക്തനാണായവൻ സത്യം സത്യം ചെയ്തു പറഞ്ഞിടാം. സർവദേവമയൻ പൂർണ്ണൻ രജതാദ്രി സമപ്രഭൻ പ്രഫുല്ല പങ്കജ സ്മേര ചാരുവക്ത്രൻ വൃഷധ്വജൻ. ജടാജടൻ ജ്വലൽ കാളകൂട ശോഭിതനവ്യയൻ. ത്രിശൂലവുണ്ടമരവും തൃക്കൈകളിലണിഞ്ഞവൻ. ദ്വീപി ചർമാംബരധരൻ ശാന്തൻ ത്രൈലോക്യമോഹനൻ. ഏവം ദേവേശനെ ധ്യാനിച്ചാരിസ്തോത്രം പഠിപ്പവൻ ഭവിക്കും സർവദാ സൗഖ്യം. അവൻ നിഹാപരങ്ങളിൽ ശിവസാരൂപ്യമാർന്നിടും അവസാനം സുമംഗളം. അത്യുത്തമം സ്തോത്രമിതം ജപിച്ച പൃഥ്വീശ്വരൻ ഗംഗയെ മങ്ങലെന്നെ ധാത്രിതലത്തിനഥ കൊണ്ടുപോന്നു ശുദ്ധീകരിച്ചാൻ ഭുവനങ്ങളെല്ലാം. ഉൾത്തൂർന്നിടും ഭക്തിയോടേതൊരാളി സ്തോത്രം മമ പ്രീതികരം പഠിപ്പു
ചേർത്തിയിടുമായാൾ ഉലകിന്നു ശുദ്ധി അത്യന്തമെന്നല്ലവൻ എത്ര ശുദ്ധൻ. ഉൾത്തൂർന്നിടും ഭക്തിയോടേതൊരാളി സ്തോത്രം മമ പ്രീതികരം പഠിപ്പു. ചേർത്തിടുമായാൾ ഉലകിന്നു ശുദ്ധി അത്യന്തമെന്നല്ലവൻ എത്ര ശുദ്ധൻ. ഉൾത്തൂർന്നിടും ഭക്തിയോടേതൊരാളി സ്തോത്രം മമ പ്രീതികരം പഠിപ്പു. ചേർത്തിടുമായാൾ ഉലകിന്നു ശുദ്ധി അത്യന്തമെന്നല്ലവൻ എത്ര ശുദ്ധൻ. ശ്രീമദ് ദേവി മഹാഭാഗവതം 67-ാം അധ്യായം സമാപ്തം.